ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത മോളോട് വാക്കുകൾ കൊണ്ട് തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കണ്ട. തീർത്ത് കളയും ഞാൻ. എണ്ണി എണ്ണി തീർക്ക് ഞാൻ എല്ലാത്തിനും. സാറേ മൈക്കിളെ, ഞാൻ നടന്ന വഴികൾ എത്ര, അതിന്റെ ദൂരം എത്രയാന്നൊക്കെ എനിക്കേ അറിയൂ. അത് ചെകയാൻ ഒരുത്തം മെനക്കെടുകയാണെങ്കിൽ അവനെ കൈകാര്യം ചെയ്യണം. ഹരിയുടെ വീട്ടിലെ അന്വേഷണം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആയിക്കോട്ടെ, സൂചനകൾ കിട്ടിയാൽ മതി. ബാക്കി അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിവേ, നമുക്ക് കാണാം. തോറ്റുകൊടുക്കുന്ന ശീലമില്ലാത്ത ജയാർ ഇക്കാര്യത്തിൽ ജയിക്കട്ടെ. രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തണം. ഇല്ലാന്ന് ബോധ്യമായാലേ എല്ലാവരെയും കൊണ്ടങ്ങ് പോഞ്ഞ്. അപ്പൊ പിന്നെ പത്രത്തിന്റെ തലക്കെട്ടില് മരണവാർത്തകൾ കൂടും. ശരി, എന്തെവിടെ? നീ എന്തിനാണ് ഇവിടെ വന്ന്? നിന്നോട് ഞാൻ ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ജീവൻ എന്താ ഇവിടെ തെരഞ്ഞോണ്ടിരിക്കുന്നത്? ഹരി അമ്മാവന് സ്ഥലത്തില്ല. എന്തെടുക്കാൻ ഇതിനകത്ത് കയറിയതെന്ന് ചോദിച്ചതല്ലേ? സത്യം പറയാം, എനിക്കെതിരെ അവൻ ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അതാ ഞാൻ തേടി നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തതാ മോളെ. അതാ എനിക്ക് വേണ്ടേ. ജീവൻ, വീടിന്റെ പുറത്തിറങ്ങ്. എടി, ഈ വീട്ടിൽ കയറാൻ അവകാശമില്ലാത്ത നീ ഇവിടെ നിന്ന് എന്നെ പുറത്താക്കാൻ ശ്രമിക്കുകയാണോ?
അവകാശത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ആരും സംസാരിക്കണ്ട. ഇവിടുന്ന് പുറത്തിറങ്ങാനാ പറഞ്ഞത്. മോളെ, ഞാൻ തേടി വന്നത് കിട്ടാതെ ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. എന്താ മോളെ? അമ്മേ, ഹരി അമ്മാവന് സ്ഥലത്തില്ല. ഞാൻ കയറി വരുമ്പോ ഇയാള് ഹരിയുടെ മുറി ചെക്ക് ചെയ്യാം. ഹരി കണ്ടെത്തി വെച്ചിരിക്കുന്ന തെളിവുകൾ എടുക്കാൻ. എന്താണ് നിന്റെ ഉദ്ദേശം? എല്ലാം കൈവിട്ടു പോകുന്നായപ്പോ എല്ലാവരെയും അങ്ങ് ദ്രോഹിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണോ? അമ്മേ, സത്യത്തിൽ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ അമ്മേ? ഞാൻ എന്റെ വഴിക്ക് ജീവിച്ചോട്ടെ എന്ന് ഇവരൊക്കെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യം വരുമോ? ഇല്ല. ജെആറിനെ കുറിച്ച് നാട് മുഴുവൻ അന്വേഷിക്കുന്നു. ജെആറിനെ കുറിച്ചുള്ള കഥകൾ അറിയാൻ മീഡിയക്കാര് വട്ടം കൂടിയിരിക്കുന്നു. എവിടെ നോക്കിയാലും ചർച്ചാ വിഷയം ജെആർ. അതിന് വഴിമരുന്ന് ഇട്ടുകൊടുത്തവന്റെ വീട്ടില് ഞാൻ കയറിയാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നീ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത്. തൽക്കാലം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. രാമകൃഷ്ണേട്ടനോ ഹരിയോ ഇല്ലാത്തപ്പോ വീടിന്റെ ഉത്തരവാദിത്വം അവരെന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓഹോ, പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോവാൻ. മോളെ, ഒരുപാട് ശൗര്യം നീ എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. ഹരിയുടെ ഒപ്പം ജീവിക്കേണ്ടത് ഞാനിപ്പോ നിന്നെ വിലക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ കൊല്ലാനായിട്ട് നീ എന്നെ നിർബന്ധിക്കരുത്. താൻ പേടിപ്പിക്കാണോ? താനെന്നെ വിലക്കിയപ്പോ ഞാനത് അനുസരിച്ചു. അതിന്റെ അർത്ഥം തന്നെ ഞാൻ ബഹുമാനിക്കുന്നു എന്നല്ല. എന്റെ ഹരിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ. നിന്റെ ഹരി അല്ലേ? അതെ, എന്റെ ഹരി തന്നെ. ഞാൻ പ്രാണനെ പോലെ, എന്റെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാൾ. ഒന്നോ രണ്ടോ ദിവസമല്ല, ഒരുപാട് വർഷം ഞങ്ങൾ വേർപിരിച്ച് നിർത്തിയാൽ പോലും ഞങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് തടയാനാവില്ല. എത്ര നാളുകൾ കഴിഞ്ഞാലും ഞാൻ എന്റെ ഹരിയോടൊപ്പം അന്തസ്സായിട്ട് ജീവിക്കും. അയ്യോ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത മോളോട് വാക്കുകൾ കൊണ്ട് തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കണ്ട. തീർത്ത് കളയും ഞാൻ. എണ്ണി എണ്ണി തീർക്കും ഞാൻ എല്ലാത്തിനും. നിത്യ, നിത്യ, മോളെ എഴുന്നേക്ക്. മോളെ നിത്യ.